ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 7 മലയാളം ചാപ്റ്റർ 10 കാട്ടിലെ ഒരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ടോപ്പേഴ്സ് നിങ്ങളെല്ലാം കയറി കാണണം. അവിടെ സയൻസിൻ്റെ, സോഷ്യൽ സയൻസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാത്സ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളതെല്ലാം കയറി കണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? തേജസ്വിയായ ഒരു മനുഷ്യന് മൃതപ്രായനായി കിടക്കുന്നു, ഇല്ലേ? വനത്തിൽ കിടക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നോക്കാം. എന്തു പൗരുഷവും പ്രൗഢിയും ഗാംഭീര്യവും ആ മുഖത്ത് ഇപ്പോൾ കളിയാടുന്നു. നവമായി വികസിച്ച പുഷ്പം പോലെ എത്രയും ചേതോഹരനായുള്ള ഈ യുവാവിൻ്റെ നവയൗവനാവസ്ഥയിൽ ഈ മൃതി വന്നുകൂടുന്നത് വിധിയുടെ നിഷ്കരുണത്വം കൊണ്ടെന്നല്ലാതെ എന്തു പറയുന്നു? നേത്രങ്ങൾ തുറന്ന് ആകാശത്തോട്ട് നോക്കിയപ്പോൾ തന്നെ അനുഗ്രഹഭാവത്തോടും അനുകമ്പയോടും കടാക്ഷിക്കുന്ന ചന്ദ്രനെ കണ്ട് ഒരു മന്ദഹാസം തൂകുന്നു. എന്തോ തൻ്റെ അഭിമതത്തെ ഉച്ചരിക്കുന്നതിന് ശ്രമിച്ചതിൽ പാ എന്ന അർത്ഥാക്ഷരം മാത്രം കഷ്ടിച്ച് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നു. അതികഠിനമായുള്ള വ്യസനത്തിൻ്റെ സൂചകമായി നേത്രങ്ങളിൽ കണ്ണീർ നിറയുന്നു. മുഖം മുഴുവൻ ഭാവം പകരുകയും മാറിടം വികസിച്ചമരുകയും ചെയ്യുന്നു. ഇത്രയും അരനിമിഷം കൊണ്ട് കഴിഞ്ഞ് നേത്രങ്ങൾ വീണ്ടും അടയുന്നു. സകല ചലനവും നിൽക്കുന്നു. ലോകസാക്ഷികളോട് യാത്രയും ചൊല്ലി ആ യുവാവ് ചരമഗതിക്ക് സന്നദ്ധനാകുന്നു. അതായത് വളരെ അത്യാസന്ന നിലയിൽ വനത്തിൽ കിടക്കുന്ന ഒരു യുവാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലേ? എന്തു പൗരുഷവും പ്രൗഢിയും ഗാംഭീര്യവും ആ മുഖത്ത് ഇപ്പോൾ കളിയാടുന്നു. ഇപ്പോൾ കളിയാടുന്നു എന്ന് പറഞ്ഞാൽ ഈ മരണാവസ്ഥയിലും, അതായത് ഇത്രമേൽ അവശനായി കിടക്കുന്ന, വളരെ വേദന അനുഭവിച്ച് ഇത്രമേൽ അവശനായി കിടക്കുന്ന ആ തേജസ്വിയായ യുവാവിൻ്റെ മുഖത്ത് എന്തു പൗരുഷവും പ്രൗഢിയും ഗാംഭീര്യവും വിളയാടുന്നു, ഇല്ലേ? പൗരുഷം പ്രൗഢിയുമൊക്കെ എന്താ? ഗാംഭീര്യമൊക്കെ എന്താണ്? പ്രൗഢി എന്ന് പറഞ്ഞാൽ ഗംഭീരമായ, അതായത് നല്ല ഒന്നിനോടും തോൽക്കാൻ മനസ്സില്ലാത്ത നല്ല ധീരനായ ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് പ്രൗഢി മുഖത്ത് തെളിയുന്നത്. അതുപോലെ തേജസ്, നല്ല ചൈതന്യമുള്ള, അതുപോലെ ഗാംഭീര്യമുള്ള, പ്രൗഢിയുള്ള. ഗാംഭീര്യവും പ്രൗഢിയും എല്ലാം ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ ഗംഭീരഭാവവും, പ്രൗഢി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ആ മുഖത്തിപ്പോൾ കളിയാടുന്നത്, അതായത് ഈ മരണാവസ്ഥയിൽ പോലും ആ തേജസ്വിയായ യുവാവിൻ്റെ മുഖത്ത് നല്ല പ്രൗഢിയും പൗരുഷവുമാണ് കളിയാടുന്നത്. നവമായി വികസിച്ച പുഷ്പം പോലെ. നവമായി എന്ന് പറഞ്ഞാൽ നവം എന്താണ്? നവത്തിന് രണ്ടർത്ഥമുണ്ട്. പുതിയതെന്നുമുണ്ട്, 9 അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം പുതിയതെന്നാണ്. നവമായി വികസിച്ച പുഷ്പം പോലെ, അതായത് പുതിയതായി ഉണ്ടായ ഒരു പുഷ്പം പോലെ എത്രയും ചേതോഹരനായുള്ള ഈ യുവാവിൻ്റെ നവയൗവനാവസ്ഥയിൽ. ചേതോഹരൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ, മനോഹരൻ, വളരെ മനോഹരനായുള്ള ഈ യുവാവിൻ്റെ, അതായത് നല്ല സൗന്ദര്യമുള്ള സുന്ദരനായ ഈ യുവാവിൻ്റെ നവയൗവനാവസ്ഥയിൽ ഈ മൃതി വന്നുകൂടുന്നത്. നവയൗവനാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യൗവനാവസ്ഥയിലേക്ക് കടന്നതേ ഉള്ളൂ, ഇല്ലേ? 20 വയസ്സെന്ന് പറയുന്നത് എന്താണ്? യൗവനാവസ്ഥയിലേക്ക് കടന്നതേ ഉള്ളൂ, അല്ലേ? ആ യൗവനാവസ്ഥയിൽ ഈ മൃതി വന്നുകൂടുന്ന, മൃതി എന്ന് പറഞ്ഞാൽ മരണം വന്നുകൂടുന്നത് വിധിയുടെ നിഷ്കരുണത്വം കൊണ്ടെന്നല്ലാതെ എന്തു പറയുന്നു? വിധിയുടെ നിഷ്കരുണത്വം എന്ന് പറഞ്ഞാൽ കരുണയില്ലായ്മ. വിധിയുടെ കരുണയില്ലായ്മ കൊണ്ടല്ല എന്നല്ലാതെ എന്തു പറയുന്നു? അതായത് വിധി വൈപരീത്യം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഇത്രയും സുന്ദരനായ, തേജസ്വിയായ, ഗാംഭീര്യമുള്ള, പൗരുഷം ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവനായ ഈ യുവാവിൻ്റെ, അതും നവയൗവനാവസ്ഥയിലുള്ള ഈ യുവാവിൻ്റെ മൃതി മരണം വന്നുകൂടുന്നത് വിധിയുടെ കരുണയില്ലായ്മ കൊണ്ട് തന്നെയാണ്, വിധിയുടെ വിളയാട്ടം കൊണ്ട് തന്നെയാണ്. നേത്രങ്ങൾ
തുറന്ന ആകാശത്തോട്ട് നോക്കിയപ്പോൾ തന്നെ അനുഗ്രഹഭാവത്തോടും അനുകമ്പയോടും കടാക്ഷിക്കുന്ന ചന്ദ്രനെ കണ്ട് ഒരു മന്ദഹാസം തോന്നുന്നു. ഈ മരണാസന്നനായി കിടക്കുന്ന യുവാവാണ് അല്ലേ, ഇത്രമേൽ വയ്യാതെ കിടക്കുന്ന, വേദനയെ അനുഭവിച്ച് കിടക്കുന്ന യുവാവ് നേത്രങ്ങൾ തുറന്ന ആകാശത്തോട്ട് നോക്കിയപ്പോൾ, അതായത് മരിക്കാൻ പോവുകയാണല്ലേ, ആ മരിക്കാൻ പോകുന്ന സമയത്ത് നേത്രങ്ങൾ തുറന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? തന്നെ അനുഗ്രഹഭാവത്തോടും അനുകമ്പയോടും കടാക്ഷിക്കുന്ന ചന്ദ്രനെയാണ് കാണുന്നത്. അതായത് ആകാശത്തേക്ക് നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് മുകളിൽ വന്ന് നിൽക്കുകയാണല്ലേ, പൂർണ്ണചന്ദ്രനെയാണ് കാണുന്നത്. തന്നെ അനുഗ്രഹഭാവത്തോടും അനുകമ്പയോടും കൂടി തൻ്റെ നേർക്ക് മന്ദഹാസം പൊഴിക്കുന്നു, പുഞ്ചിരിക്കുന്നതായിട്ടാണ് ഈ യുവാവിന് തോന്നുന്നത്. എന്തോ തൻ്റെ അഭിമതത്തെ ഉച്ചരിക്കുന്നതിന് ശ്രമിച്ചതിൽ പാ എന്ന അർത്ഥാക്ഷരം മാത്രം കഷ്ടിച്ച് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നു. അഭിമതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, എന്തോ ഒന്ന് പറയണം എന്നുണ്ട്. അതായത് അത്രമേൽ വയ്യ, അത്രമേൽ മൃതപ്രായനായ മനുഷ്യനാണ്, ഒന്നും സംസാരിക്കാൻ പോലും കഴിയുകയില്ല. എങ്കിലും എന്തോ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ പറയാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് പാ എന്ന അർത്ഥാക്ഷരം, അതായത് അർദ്ധാക്ഷരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി അല്ലേ, അക്ഷരം മുഴുവൻ പറയുന്നില്ല. അതായത് എന്തോ ഒരു വാക്ക് പറയാനായിട്ട് വന്നതാണ്, പക്ഷെങ്കിൽ പറയാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ പാ എന്ന ഒരു അർദ്ധാക്ഷരം മാത്രം കഷ്ടിച്ച് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നു. അത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. എന്താണോ പറയാൻ വന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതികഠിനമായുള്ള വ്യസനത്തിൻ്റെ സൂചകമായി നേത്രങ്ങളിൽ കണ്ണീർ നിറയുന്നു. വ്യസനം എന്താണ്? ദുഃഖം. അതായത് ഇത്രയും ചെറുപ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലേ, ഈ വീരയോദ്ധാവാണല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതികഠിനമായ വ്യസനമാണ്, വളരെ വലിയ ദുഃഖമാണ് ഉള്ളിലുണ്ടായത് അല്ലേ. ഇത്രയും ചെറുപ്രായത്തിൽ ഇനിയും ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റാതെ ഇത് നേരത്തെ തന്നെ പോകേണ്ടി വരുന്നതിൻ്റേതായ ഒരു ദുഃഖം അല്ലേ. ആ ദുഃഖസൂചകമായി നേത്രങ്ങളിൽ കണ്ണീർ നിറയുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ, അതായത് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ കഴിയാതെ നേരത്തെ പോകേണ്ടി വരുന്നതായിട്ട് ഓർത്തിട്ട് കണ്ണിൽ കണ്ണീർ നിറയുന്നു. മുഖം മുഴുവൻ ഭാവം പകരുകയും മാറിടം വികസിച്ച് അമരുകയും ചെയ്യുന്നു. മുഖം മുഴുവൻ, അതായത് മരിക്കാൻ പോകുന്ന ഒരു മരണവെപ്രാളം കാണിക്കുകയാണ് അല്ലേ. മരിക്കാൻ പോകുന്നതിലേക്ക് ആളിൻ്റെ മുഖം മാറുകയും മുഖം മുഴുവൻ ആ ഭാവം പകരുന്നു. അതായത് അതികഠിനമായ ദുഃഖത്തിൻ്റെ ആ ഭാവം മുഖത്ത് മുഴുവൻ വരികയും മാറിടം വികസിച്ച് അമരുകയും ചെയ്യുന്നു. അതായത് ദീർഘമായി ശ്വസിക്കുകയും വിടുകയും ചെയ്യുന്നതുകൊണ്ടാണ് മാറിടം വികസിക്കുകയും അമരുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ശ്വാസോച്ഛ്വാസം വളരെ വലിയ തോതിലെടുത്ത് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന ഭാഗമാണ്. ഇത്രയും അരനിമിഷം കൊണ്ട് കഴിഞ്ഞ് നേത്രങ്ങൾ വീണ്ടും അടയുന്നു. അരനിമിഷമേ എടുത്തുള്ളൂ ഇത്രയും കാര്യത്തിന്. അത് കഴിയുമ്പോൾ നേത്രങ്ങൾ അടയുന്നു. നേത്രങ്ങൾ അടയുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അടയുന്നു, സകല ചലനവും നിൽക്കുന്നു. അതുവരെ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചലനങ്ങളെല്ലാം നിന്ന് നിശ്ചലനാകുന്നു. ലോകസാക്ഷികളോട് യാത്രയും ചൊല്ലി ആ യുവാവ് ചരമഗതിക്ക് സന്നദ്ധനാകുന്നു. അതായത് ലോകസാക്ഷികളോട്, ലോകത്തിന് സാക്ഷിയായിട്ടുള്ളവരോട് യാത്ര ചൊല്ലി ആ യുവാവ് ചരമഗതിക്ക് സന്നദ്ധനാകുന്നു. ചരമഗതി എന്ന് പറഞ്ഞാൽ മരണത്തിന് സന്നദ്ധനാകുന്നു, മരണത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ഭാഗം, അതായത് കാട്ടിലെ ഒരു സംഭവം എന്ന് പറയുന്ന ഈ പാഠം തീരുകയാണ്. ഇത് മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ തീരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ മനസ്സിലാകുന്നുള്ളൂ. അതായത് ഈ കഥ എന്താണെന്നോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഈ ചരിത്ര നോവൽ തീർച്ചയായും വായിക്കണം. അത് നല്ലൊരു നോവലാണ്. നിങ്ങൾ കഴിയുന്നവരൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇനി ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ CV രാമൻ പിള്ളയുടെ ജീവചരിത്രമൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.